ഈ പാപത്തിന്റെ പൈസ വാങ്ങണത്? നീ നിനക്ക് ഉളുപ്പ് നാണോ മാനം എന്നുള്ള സാധനം ഉണ്ടോ നിനക്ക്? നീ ഞാൻ പലവട്ടം ഈ രണാസുനെ തന്നെ ഇട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 200 തരും 300 എടാ പോയി ചാവട ഇതിനെ കെട്ടി. എന്താണ് രേണു നീ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്? ഒരു ആൽബത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ പിറകിൽ കിടന്ന് കാണിക്കുന്ന ഇത്രയും തിരിച്ച് ഈ ഏപ്പടം കാണുന്ന ഫീൽഡിലോട്ട് പോയി. दोस्त दोस्त ना रहा, प्यार प्यार ना रहा, कि जिंदगी हमें तेरा एतबार ना रहा, एतबार ना रहा. അപ്പോ ഇന്നത്തെ വിഷയവും നമ്മുടെ രണാസുനയാണ്. രണാസുനയുടെ പതനം തുടങ്ങി. ലിറ്ററലി രണാസുനയുടെ പതനം തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, തുടങ്ങി. അപരാധമർത്ഥ പീക്ക് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം സഹിച്ചു. ഇവരെയൊക്കെ ഈ പറയുന്ന രണാസുനയെ സ്നേഹിച്ചിരുന്നവർ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിരുന്നവർ ഒക്കെ ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഏതാണ്ട് 90% ആൾക്കാരും തിരിഞ്ഞിട്ട് ഇപ്പൊ 99% ആൾക്കാരും. കാരണം വെറുപ്പിച്ച് ഒരു സ്ത്രീയും ഇതുപോലെ ആകരുത് എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മാതിരി ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ ഇവരെ അപ്പോസ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇട്ടതും. എനിക്ക് ഒരുപാട് ഈ പറയുന്ന എന്താണ് ഫേസ്ബുക്കിലായിക്കോട്ടെ നമ്മുടെ യൂട്യൂബിലായിക്കോട്ടെ എവിടെ ഇട്ടാലും കുറെ പേര് സപ്പോർട്ട് ഉണ്ടാവും, കുറെ തെറിവിളികൾ കിട്ടിയിട്ടുണ്ട്. അവരെങ്ങനെയെങ്കിലും ജീവിക്കണം. സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഇവര് ഈ പറയുന്ന ഒരു ഭർത്താവ് മരിച്ചു, മക്കളും കുടുംബവും ഉണ്ട്, ഞാനാണ് ഒരട്ടാണി, ഞാൻ ജോലി ചെയ്താലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഒരു വിധവയായ ഒരാള് ഈ പറയുന്ന പിന്നീട് പണിക്ക് പോകുന്നത് അല്ലെങ്കിൽ ആൽബത്തിൽ അഭിനയിക്കരുത്, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കരുത് എന്നൊക്കെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകൾ ആരെങ്കിലും നിങ്ങൾ എപ്പോഴും പറയുന്നത് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയുന്നവരുടെ അടുത്താണ്. അവരെ കിട്ട അടിച്ച് അവരെ ചെപ്പ നിരിക്കണം. അവരാണ് ഈ പറയുന്ന ഈ തള്ളയനെ ഈ ലെവലിൽ എത്തിച്ചത്. ഈ സപ്പോർട്ടേഴ്സ് അല്ലേ ഈ അവരാണ്. എങ്ങനെയെങ്കിലും ഇപ്പൊ കണ്ടോ, ഇപ്പൊ ജീവിക്കുന്നത് കണ്ടോ, അറിയില്ല. അത് ഇളവി നടക്കുകയാണ്. എന്ത് ചെയ്യുന്നു എന്ത് കാണിക്കുന്നു ഒരു പിടുത്തമില്ല. ആ ഒരു ലെവലിലേക്ക് പോയി അങ്ങ് സത്യം പറഞ്ഞാൽ അങ്ങ് അറ്റമായി. ഇനി ഇതിന്റെ അപ്പുറം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഒരു കൂസലും ഒരു ഉടുപ്പും ഇല്ലാതെ സ്വന്തം ശരീര പ്രദർശനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി. എങ്ങനെയും ജീവിക്കുന്ന പല രീതിയിൽ നമ്മൾ മാന്യമായിട്ട് നമുക്ക് ജീവിക്കാം. അഭിനയം മാന്യത അല്ലെന്നല്ല പറയണത്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന രണാസുനയുടെ ആൽബത്തിൽ എന്താണ് ഇവർ കാണിക്കുന്നത്? ഇന്നത്തെ ആൽബം ഇങ്ങനെയാണോ ചെയ്യുന്നത്? രണാസുനയുടെ അഭിനയിക്കാൻ വരുമ്പോൾ മാത്രം ഈ പറയുന്ന പുരുഷന്മാരെന്ത് ഇങ്ങനെയാകുന്നു എന്നുള്ളത്. ഈ രണാസുനയെ ഒരു തേർഡ് റേറ്റ് ഒരു പെൺകുട്ടിയായിട്ട് എന്തുകൊണ്ട് എല്ലാവരും കാണുന്നു? ഇവരുടെ കൂടെ അഭിനയിക്കാൻ വരുന്നവർ ഇതൊക്കെ ഒരു തേർഡ് റേറ്റ്. ഇവരുടെ അടുത്ത് ഞാൻ എന്തും പറയാം. അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഈ ഓൺലൈൻ മീഡിയയിലുണ്ടല്ലോ, വന്ന് ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുന്ന ഓൺലൈൻ മീഡിയകൾ, അവരെന്തുകൊണ്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഈ പറയുന്ന ലൈംഗിക ചുവയോടുകൂടിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു? എന്ത് ദണ്ഡിത്തനവും എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് രണാസുനയുടെ അടുത്ത് ചോദിക്കാം, അതിനുള്ള ആൻസർ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നില്ല. ഇവരൊക്കെ തിരിയുന്ന ഒരു ദിവസം അധികകാലമില്ല, ഉടനെ തന്നെ സംഭവിക്കും. ഈ പറയുന്ന കൂടെ അഭിനയിക്കുന്ന ദാസേട്ടൻ ഉൾപ്പെടെയുള്ളവർ നീ ഇനി വിളിച്ചുമ്പോ വേണ്ട എന്ന് പറയുന്ന കാലം വരും. എഴുതി വെച്ചോ ഈ സാധനം. ഇപ്പൊ പറഞ്ഞ പ്രതീക്ഷയില്ലേ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രതീക്ഷ ആയിക്കോട്ടെ, ദാസേട്ടൻ കോഴിക്കോട്ടാകട്ടെ, ആരോ ആയിക്കോട്ടെ, അവര് പോലും ഇനി താങ്കൾ ഒരു വർക്ക് വിളിക്കുമ്പോ ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന ഒരു സീൻ വരും. താങ്കൾക്ക് ഇപ്പൊ കുറെ ഈ പറയുന്ന എന്താണ് കിട്ടുന്നത്, കുറെ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ? അവിടെ ഒരു 10 പേര് വന്നിട്ട് ഒരു കൂവല് കൂവിയാൽ, കാരണം അമ്മാതിരിയെ വെറുപ്പിക്കുന്നത്, ആ ഉദ്ഘാടനത്തിന് ഒരു 10 പേര് വന്നൊരു കൂവിയാൽ അതോടെ നിൽക്കും. താങ്കളുടെ ഒരു ഇനാഗ്രേഷൻ ആയിക്കോട്ടെ എവിടെയെങ്കിലും കിട്ടി അവർ വിളിക്കുന്നതെന്ന് അറിയാമോ? വളരെ റേറ്റ് കുറവാണ്. അതുപോലെ കുറെ ഓൺലൈൻ മീഡിയാസ് വന്ന് ഇതിനെ വളരെ പബ്ലിസിറ്റി കൊടുക്കും. അതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. ഇതൊക്കെ കണ്ടും മതിമറന്ന് കാണിക്കുന്ന, സത്യം പറഞ്ഞാൽ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മൾ പറയാനുള്ളത് ഒരു കുറെ അങ്ങ് പറഞ്ഞു, നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നവൾ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്ത് തെണ്ടിത്തനം ചെയ്താലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ, അവർ തന്നെയാണ് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത്. അവർക്ക് മനസ്സിലായി ഇനിയും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ പണി പാടുമെന്നുള്ളത്. കാരണം കുടുംബത്തിൽ തന്നെ പ്രശ്നം വരുമെന്നേ. നീ എവിടെ കൂട്ടത്താണ് അഭിനയിക്കാൻ പോണത്? എവിടെയാണ് നിന്റെ കൂട്ടുകാരി? ഇതാണോ അഭിനയം എന്ന് കുടുംബത്തിൽ തന്നെ ചോദിക്കും. അതിന്റെ അനന്തര ഫലമാണ് ഇപ്പം ചങ്കായിട്ടുന്ന രണ്ടുപേരുണ്ട്, സജീനയും പിന്നെ മറ്റേ കൊച്ചിന്റെ പേര് എനിക്ക് അറിയത്തില്ല എന്തുവാണ്. ആ കൊച്ചു രണ്ടുപേരും വീട്ടിട്ടുണ്ട്. സജീന എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം അഭിനയം ശരി, ഓക്കെ, അഭിനയം കഴിച്ചിട്ട് അഭിനയം മാറിയതിന് ശേഷമുള്ള അഭിനയമുണ്ടല്ലോ, കെട്ടിപ്പിടിക്കുക ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു വീഡിയോ ഫുള്ളാ കാണാൻ ശ്രമിക്കുക. രണാസുന ഞാൻ ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറയാം. രണാസുന ഇത് കാണുമെന്ന് അറിയാം. പറ്റുമെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്ക്. താങ്കൾ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്ക്. മനസ്സിലായോ? താങ്കളെ ആൾക്കാർ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്ക്. എന്തുകൊണ്ട് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് അവിടെ വന്ന് താങ്കൾ ഈ രീതിയിലുള്ള സെക്ഷൽ കടലിൽ ലൈംഗിക ചൊവ്വയോടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുക. ഈ നിങ്ങളുടെ കൂടെ ബാക്കിൽ നിന്നുകൊണ്ട് എടുക്കുന്ന അവര് തന്നെ നിങ്ങൾക്കെതിരായിട്ട് ഈ പറയുന്ന കമ്പിട്ടുകൊണ്ട് അവര് തന്നെ വീഡിയോ ഇടും. അത് കാലം വിദൂരമല്ല, ടപ്പേനെ വരും. ആദ്യം എനിക്ക് കാണിക്കാനുള്ളത് ഇവിടെ സുഹൃത്തായ ആ പെൺകുട്ടിയുടെ പേര് മറന്നുപോയി. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. കാരണം ഈ പെൺകുട്ടിയെ ഞാൻ വെറുത്തത് വേറൊന്നുമില്ല, സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ അറിയാം. ഈ പെൺകുട്ടികൾക്ക് അറിയാം, ഇപ്പൊ സജീവനെ ആയിക്കോട്ടെ, ഈ പെൺകുട്ടികൾക്കൊക്കെ അറിയാം എന്താണ് ഈ പറയുന്ന രണാസുന എന്നിവർക്ക് കൃത്യമായിട്ട് അറിയാം. പറയാനുള്ള മടി ചിലപ്പോൾ അപ്പോഴും ഞാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നാലാളെ കണ്ടു. ഇപ്പൊ തന്നെ ഈ പെൺകുട്ടിയെ പലർക്കും അറിയാന്നുള്ളത് രണാസുനയുടെ കൂടെ നിന്നു. അതുകൊണ്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് വെറുപ്പ് എനിക്ക് തോന്നിയത് ഈ സജിനെയും ഈ പെൺകുട്ടിയും ഈ പറഞ്ഞ രണാസുനയും കൂടി ഒരു ലൈവ് ഉണ്ടായിരുന്നു. ആ ഫാദറിനെ പിന്നീട് എന്തൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ, എന്തൊരു വിശപ്പല്ല വിഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടു നിന്നില്ലേ, അതിന്റെ ഫലമാണ്. ഇവിടെ എന്തോ ആയിക്കട്ട്, താങ്കൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്നപ്പോ 5, 2, 3 സെന്റ് വെറുതെ തന്ന ആൾക്കാരെയാണ് നിങ്ങൾ ഈ തെറി വിളിക്കുന്നത്. ദൈവം ഒരാളുണ്ട്, മനസ്സിലായില്ലേ? ഒരാളുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഈ പറയുന്ന അപരാധങ്ങൾക്ക് അല്ലെങ്കിൽ പാപങ്ങൾക്കൊക്കെ ഒരു തിരിച്ചടി ഉണ്ട്, അതിന്റെയൊക്കെ ഫലം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പെൺകുട്ടി, ഈ കൂടെ നടക്കുന്ന പെൺകുട്ടി, അതായത് ഈ ഇടയ്ക്ക് രണാസുനയുടെ തന്നെ ഒരു ജീവിത കഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് റിലീസായെന്ന് അറിയത്തില്ല, ഞാൻ അതിന്റെ റീല് കണ്ടായിരുന്നു, വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ആ ഒരു ഇതൊക്കെ ആ രണാസുനയുടെ റോള് അഭിനയിച്ച പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇതുവരെ ഞാൻ കണ്ടു. ഇന്നലെ ഇന്നലെയാണോ ഇന്നാണോ അറിയത്തില്ല, ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് അത് കാണാം, എന്നിട്ട് ബാക്കി എന്തുകൊണ്ട് ഈ രണാസുനായുടെ കൂടെ അഭിനയിക്കുന്നവർ ഇങ്ങനെ ആകുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ സഭ്യ വിട്ടുപോയിട്ടുള്ളവർ സബ് ചെയ്യുക. ഞാൻ പറയുന്നതിന് കാര്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ മാത്രം സബ് ചെയ്യട്ടെ. ഇപ്പോ ഓക്കെ, ആക്ച്വലി എന്താണ് രേണു നീ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്? ഒരു ആൽബത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ പിറകിൽ കിടന്ന് കാണിക്കുന്ന ഇത്രയും തെമ്മാടിത്തരങ്ങൾ, അതായത് ഇതിനെ തെമ്മാടിത്തരം എന്ന് പോലും പറയാനായിട്ട് സാധിക്കില്ല. അത്രയും വൃത്തികെട്ട രീതിയിൽ കാഴ്ചവെക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈ കടന്ന് കാണിക്കുന്നത് എന്താണ്? ഈ തിരിച്ച് ഈ ഏപ്പടം കാണുന്ന ഫീലിലോട്ട് പോയിട്ടുണ്ട്. കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നമ്മള് കുറെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് 1 year ഒക്കെ ആയി കാണും അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വെബ് സീരീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു റീൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്താണ് എന്ന് തന്നെയാണ് നമ്മൾ ചോദിച്ചത്. താങ്കൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്കൾ പറയുന്നത് ഇതെന്താണ്, റീൽ എന്ന പേരിൽ ഒരു ഏപ്പടം കാണുന്ന ഫീലാണ്. ഇത് തന്നെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് എന്നുള്ളതാണ്. ബാക്കി നമ്മുടെ ഇന്നത്തെ തലമുറ, വളർന്നു വരുന്ന തലമുറയ്ക്ക് നിങ്ങളുടെ ഈ ഒരു ആൽബം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് എന്താണ് അവർ പഠിക്കേണ്ടത്? ഈ പറയുന്ന കെട്ടിപ്പിടുത്തം. ശരി, ഓക്കെ, കെട്ടിപ്പിടുത്തം തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമുക്കത് ഈ പറയുന്ന ഫീലിമില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് അഭിനയിക്കേണ്ട ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ചെയ്തുകൂടാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇതിങ്ങനെ പന്ത് തട്ടും പോലെ രേണുവിനെ ഇങ്ങനെ എല്ലാ ചെക്കന്മാരും കൂടെ പന്ത് തട്ടുന്ന, ഞാനൊരു കാര്യം പറയട്ടെ രേണു, ഈ ക്രിക്കറ്റ് കളിക്കാരന്മാര്, ഫുട്ബോൾ കളിക്കാരന്മാര്, ഇവർ യൂസ് ചെയ്യുന്ന പന്തുണ്ടല്ലോ, ഇതിവര് ലൈഫ് ലോങ് കണ്ടിട്ട് ഈ സെയിം പന്തേനായിട്ട് കളിക്കില്ല. ഇവർ ഓരോ കളി കഴിയുന്നതോറും ഇത് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു പന്തിനും അത്രയും വാല്യൂ കുറേ, ഇത്രയും തരം താണ രീതിയിൽ എന്ത് കണ്ടിട്ടാണ് രേണു നീ ഇങ്ങനെ ആക്ട് ചെയ്യാൻ പോയത്? എനിക്കത് ഒട്ടും മനസ്സിലായില്ല. ഇതൊരു ആക്ടിങ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ രേണുവിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്ക് ആക്ടിങ് എന്ന് തോന്നുന്നില്ല. പന്ത് തട്ടും പോലെ തട്ടുന്നുണ്ട്. പിന്നെ ആക്ടിങ് അല്ല, ഇത് ജീവിക്കുകയാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്.
അവർ ഈ പറയുന്ന രേണു സുധിയെ യൂസ് ചെയ്യുകയാണ് എന്നുള്ളത്. അവിടെ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. അവരല്ല യൂസ് ചെയ്യുന്നത്, ആക്ച്വലി യൂസ് ചെയ്യുന്നത് രേണാസുനെയാണ് അവരെ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ ജെന്യൂനായിട്ട് അറിഞ്ഞ കേസാണ്. ഈ എവിടെ പോയാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കണം, ഇതുപോലെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കണം, ഇങ്ങനെ ഇടുക്കി ചേർന്നുള്ള അഭിനയം അതെന്തോ ആയിക്കോട്ടെ എടുക്കാൻ ഞാൻ എന്നാലേ വൈറൽ ആകുള്ളൂ എന്ന് അങ്ങോട്ട് പറഞ്ഞ് ഈ പറയുന്ന ഇപ്പൊ കൊടുക്കുന്ന ഇപ്പൊ എന്തൊക്കെ സംഭവങ്ങളല്ലേ, കള്ളു കുടിക്കുക, എടുത്തിട്ട് അങ്ങോട്ട് പന്ത് കിട്ടുമ്പോൾ തട്ടുന്നില്ലേ, ഇതൊക്കെ അവരുടെ സംഭവത്തോടുകൂടിയാണ്. കാരണം ഏത് എക്സ്റ്റെന്റ് വരെ പോകാനും ഞാൻ തയ്യാറാണ്, നിങ്ങൾ എടുത്തോ എന്നുള്ള ഒരു മൗന സമ്മതം രണാസുന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരവിടെ എടുക്കുന്നത്. ഇത് ഈ പെൺകുട്ടിക്ക് മുമ്പേ അറിയാം, എന്തോ ഒരു കാരണം കൊണ്ട് ആ സമയത്ത് സപ്പോർട്ട് ചെയ്തു പോയതാണ്. ഇപ്പോ കുറെ കാലം ആ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അതിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. ഇപ്പൊ ഒരു എക്സ്റ്റെന്റ് ആയി, ഒരു ലെവലിലായി. കാരണം എനിക്കിനി പറ്റത്തില്ല, കാരണം കുടുംബത്തെ തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ തിരിഞ്ഞത്. ബാക്കി ശരിക്കും പറഞ്ഞത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ദൈവമേ, എനിക്ക് തന്നെ ഞാൻ എന്ത് പറയണം, ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു സ്റ്റോറിയിൽ കൂടെ എനിക്ക് ഈ പറയുന്ന ബോയ്സിനടുത്ത് ബോഡി ടച്ചിങ്ങുള്ള 1-2 സീൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കെട്ടിപ്പിടുത്താൻ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല ഗീസ്, ഞാൻ സത്യം പറയാട്ടോ, രേണുവിന് അന്ന് മുതൽ ഇന്ന് വരെയും രേണു ഒരു ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൊഞ്ചി കുഴയുന്നതായിട്ടോ അതല്ലെങ്കിൽ ആ ഒരു ഇതില് ഞാൻ കണ്ടിട്ടില്ല ഗീസ്, സീരിയസ്ലി. പക്ഷേ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ ആൺകുട്ടികളോട് മാത്രമുള്ള ഈ ഒരു കെട്ടിപ്പിടുത്തവും ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടാൽ ഷൂട്ടിംഗ് അല്ലാതെയും ഇത് തന്നെയാണ് കേട്ടോ നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. അപ്പോ ഇതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഞാൻ ഈ പറയുന്ന രണാസുനയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടെ ആരെടുത്തും ഈ പെൺകുട്ടികളെടുത്ത് രണാസുന ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടോ രഹസ്യം പറയുന്നതായിട്ടോ ഉമ്മ വയ്ക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ആണുങ്ങളെ കാണുമ്പോൾ മാത്രം എന്താണ് രണാസുനയ്ക്ക് ഈ ഒരു കുഴപ്പം എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിക്ക് അറിയാം, കാരണം 1-2 ഷൂട്ടിങ്ങിലോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടല്ലോ, കുറെ കൂടെ ഉണ്ടായിരുന്നല്ലോ വാല് പോലെ. അപ്പൊ അവിടെ നിന്നും പെൺകുട്ടികളെടുത്തൊന്നും പ്രശ്നമില്ല, ആൺകുട്ടികളെ കാണുമ്പോൾ മാത്രം ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്ന ഒരു 4-5 മാസം മുമ്പ് പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പ്രൂഫ് സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് എന്ത് ചെയ്യുന്നു, ഇവരതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതാണ് പ്രതീക്ഷ പോയാലും പ്രതീക്ഷനെ വലിച്ചു നിർത്തി എങ്ങനെയും വെച്ചാൽ അതൊരു അഭിനയം വേറെ ലെവലാണ്. അഭിനയം കഴിഞ്ഞുള്ളൊരു സംഭവം ഉണ്ടോ, അതൊക്കെ ഞാൻ ഈ പറയുന്ന ക്ലിപ്പൊക്കെ സൈഡിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അഭിനയം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട്, ഇവള് പറയുന്നുണ്ട് ഇതൊക്കെ അഭിനയമല്ല, ഇത് അഭിനയമായിട്ട് കണ്ടുകൂടെ എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന അഡൾട്ട്സ് ഒൺലി വെബ് സീരീസ് ഉണ്ടല്ലോ, ഈ അഡൾട്ട്സ് ഒൺലി വെബ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ട് നമ്മുടെ എന്താണ് യസ്മ എന്നോ അങ്ങനെ അപ്പൊ അത് സിഗ്മ എന്തോ ഒക്കെ ആയി പണ്ട് നമ്മൾ കുറെ അവിടെ അതിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ സ്റ്റോറി ഒന്നും കാണത്തില്ല. അവിടെ മെയിൻ ഉദ്ദേശം എന്താണ്, സെക്ഷൽ കണ്ടന്റ്, പിന്നെ അഡൾട്ട്സ് ഒൺലി കണ്ടന്റുകൾ ഇടുക, അതിന് പേരിന് വേണ്ടിയിട്ടൊരു സ്റ്റോറി, അതാണ് അവിടെ നടക്കുന്നത്. അതിന് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒരുപാടുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ഒരു ആൽബം എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. ആ സൈഡിൽ കൂടി എന്താണ് അതിന്റെ പേരും പറഞ്ഞിട്ട് അവിടെ വന്ന് എന്താണ് ഈ പറയുന്ന കണ്ടന്റുകൾ പിടിക്കുക, വലിക്കുക, ഉമ്മ വയ്ക്കുക, വയറ് പിടിക്കുക, കുതിക്കുക, എടുത്തു വെക്കുക, ഇതുപോലുള്ള സെക്ഷൽ കണ്ടന്റ് കൊടുത്ത് കുറെ ഞരമ്പന്മാരെ എന്ത് ചെയ്യുക ഇങ്ങനെ മുൾമുനയെ നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ല അതിനകത്ത് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതവിടെ നിൽക്കട്ടെ, ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ഈ രണാസുനയുടെ നമ്മുടെ ആൽബം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റീലുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് ഫിലിം കാണുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് കൊള്ളാം നല്ല അഭിനയമായിരുന്നു എന്ന് തോന്നി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു റീല് ഞാൻ ഇവിടെ കാണിക്കാമേ. അറിയാലോ, ഇത് മറ്റേ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്യും കേട്ടോ. ആകാശദീപം അതാണ് പാട്ട്. ഈ ഒരു റീല് കണ്ടോ? ഈ റീല് കാണിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ്, ഈ റീലിൽ അഭിനയിച്ചിരിക്കുന്നത് ഇപ്പോൾ രണാസുനയുടെ അഭിനയിക്കുന്ന ആ ഒരു പയ്യനാണ്. ഈ റീല് കണ്ടോ? ഈ റീല് കെട്ടിപ്പിടുത്തമുണ്ട്, ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷേ അവിടെ ആക്ടിങ് ഉണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ആക്ടിങ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിപ്പം സുധി തമ്പി ആയിക്കോട്ടെ, സുധി സിത്താര ആയിക്കോട്ടെ, ഈ പയ്യന് കാലിബറുള്ള പയ്യനാണ്.
അഭിനയിക്കാൻ കാലിബർ ഉള്ള പയ്യൻ. ഈ ഒരു റീല് കാണുമ്പോൾ അറിയാം. ഇവിടെ അവരൊരു റീൽ ഒരു റീക്രിയേറ്റ് ചെയ്യണം. ആ ഒരു പാട്ടിനെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടോ അത് കൃത്യമായിട്ട് അവരതിനെ എഫേർട്ട് ഇട്ട്, കാരണം ഇത് സെക്ഷൽ കണ്ടന്റ് അല്ല, നമുക്ക് തോന്നില്ല. അപ്പൊ നിങ്ങൾ പറയാം സിനിമയിൽ അങ്ങനെയില്ല. സിനിമയിൽ നമുക്ക് തോന്നാത്തത് ആ സിറ്റുവേഷനുമായിട്ട് അവർ അഭിനയിക്കുന്ന രീതി, എന്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ വന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മളൊന്നും പറയാത്ത. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ പയ്യൻ തന്നെ രണാസുരയുടെ കൂടെ അഭിനയിക്കുമ്പോൾ അത് വേറൊരു ലെവലായി മാറുന്നുണ്ട്. അതുമല്ല ഇവരൊന്നും ഈ പറയുന്ന പോസ്റ്റ് ചെയ്യത്തില്ല. അതായത് ഷൂട്ടിങ്ങിന് മുമ്പ് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെ, അതിനെയൊക്കെ കുറെ ഓൺലൈൻ വീഡിയോ ഒക്കെ വെച്ച് അവന്മാർ ആ സൈഡിൽ ഈ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇവർ തന്നെ ഷൂട്ട് ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഈ പയ്യന് അഭിനയിക്കാൻ അറിയാം, പക്ഷെ താങ്കളുടെ അടുത്ത് വരുമ്പോൾ താങ്കളെ ഒരു സെക്സ് ടോയ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ ആ ഒരു ബാറിൽ അല്ലെങ്കിൽ ആ ഒരു കള്ളി ഷോപ്പിൽ നിന്ന് കൈൻഡ് ഓഫ് സെക്സ് ടോയ്, അതായത് 3 പേര് അങ്ങോട്ട് എറിയുന്നു, ഇങ്ങോട്ട് എറിയുന്നു, അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു ആണല്ലോ. അപ്പൊ താങ്കളെ കാണുന്നത് അങ്ങനെ, താങ്കൾ ആ ഒരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. മനസ്സിലായോ? എന്നുവെച്ചാൽ അഭിനയം എനിക്ക് അറിയത്തില്ല, ഞാൻ നിലനിൽക്കണമെങ്കിൽ, എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്റെ ശരീര പ്രദർശനമോ അല്ലെങ്കിൽ ഇതുപോലുള്ള സെക്ഷൽ കണ്ടന്റ് കൊടുത്താൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊരു സ്ഥിതിയിലേക്കായിട്ടുണ്ട്. ദാസേട്ടൻ കോഴിക്കോട്, ദാസേട്ട ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ റീലുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കാരണം നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ രീതിയിൽ തരം താഴ്ന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക, നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. ശരിയാണ്, ഈ പറയുന്ന രണാസുരയുടെ കൂടെ അഭിനയിക്കുമ്പോൾ കുറച്ച് റീച്ചും കാര്യങ്ങളും കിട്ടും, പക്ഷെ അത് നെഗറ്റീവ് റീച്ചാണ് എന്നുള്ള ഒരു ബോധ്യം താങ്കൾക്ക് വേണം. സത്യം പറഞ്ഞാൽ താങ്കളോട് പുച്ഛമാണ് എനിക്ക് തോന്നിയത്. ഇത്രയും തരം താഴ്ന്നു പോയതല്ലോ എന്നൊരു ചിന്ത എനിക്ക് തോന്നി. ഇത്രയും തരം താഴ്ന്നു പോയല്ലോ എന്നുള്ളത്. അതായത് അവിടെ ഡയറക്റ്റ് ചെയ്യാൻ വന്ന ഒരു യങ് ഡയറക്ടർ, ഒരു 10, 22, 23 വയസ്സുള്ള ആ ഡയറക്ടർ, ഒരു ഉടുപ്പുമില്ലാതെ ഇത് സത്യം പറഞ്ഞാൽ ലിറ്ററലി ഒരു ഏപ്രിൽ ഷൂട്ടി പോലെയാണ് അവർ ചെയ്യുന്നത്. തുണി അമക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു വലിയ കാര്യങ്ങൾ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ലിറ്ററലി ഒരു ഏപ്രിൽ ഷൂട്ട് പോലെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ രീതിയിലായി എഴുതി വെച്ചു. ദാസേട്ടനായിക്കോട്ടെ, ഈ താടിക്കാരനായിക്കോട്ടെ, ഈ പ്രതീക്ഷ ആയിക്കോട്ടെ, ഇനി രണാസുനെ വിളിക്കുമ്പോ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് വേറെ ബിസിയാണ്, ഇവരുടെ കൂട്ടത്തിൽ അഭിനയിക്കാൻ മടിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കാലം വരും. അത് വിദൂരമല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വിദൂരമല്ല, ഒരു കാലം വരും. കാരണം ആ രീതിയിലാണ് അവരുടെ അഭിനയമായി. നിങ്ങൾക്കൊരു സംഭവം അഭിനയിക്കുന്നു, അവിടെ സെക്ഷൽ കണ്ടന്റ് ചിലപ്പോൾ ഉമ്മ വയ്ക്കുക, ചിലപ്പോൾ ലിപ് ലോക്ക് ആയിക്കോട്ടെ. ഇപ്പൊ ക്ലോസപ്പിൽ വെച്ചൊരു ലിപ് ലോക്ക് ആയാലും പോലും ആ സിറ്റുവേഷൻ നിങ്ങൾ അതിൽ അഭിനയിക്കുന്നത്, എത്ര മികവോടുകൂടി നിങ്ങൾ അവർ അഭിനയിക്കുന്നു. ആ സിറ്റുവേഷൻ വേണം. നമുക്കൊരു കഥയാവുമ്പോൾ അവിടെ ലിപ് ലോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബലാത്സംഗം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കെട്ടിപ്പിടുത്തം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഉമ്മയായിക്കോട്ടെ, അതിനൊക്കെ ഒരു സിറ്റുവേഷൻ വേണം. അത് കഥയുമായിട്ട് യോജിച്ച് നിൽക്കണം. എനിക്ക് ചെയ്തതിന് പ്രശ്നമില്ല. ഇത് ഈ ലിപ് ലോക്കിന് വേണ്ടിയിട്ട്, ഈ കെട്ടിപ്പിടുത്തത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു ബലാത്സംഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സീനുകൾ ഉണ്ടാക്കുമ്പോഴാണ്, അതിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പുച്ഛം തോന്നുന്ന ഒരാളുണ്ട്, അത് കിച്ചുവാണ്. കിച്ചുവിനെ കുറിച്ച് കമാന്നൊരു അക്ഷരം ഞാൻ എതിർമിട്ടുള്ളൂ. അതുപോലെ നിനക്ക് ഉളുപ്പുണ്ടടാ കിച്ചു, നിനക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് അറിയാമോ ഞാൻ പറയുന്നത്? കാരണം നീ അന്നൊരിക്കൽ പറഞ്ഞു, മറ്റൊന്നുമല്ല, എന്താണ്, എനിക്ക് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല, അവരെ പറഞ്ഞു തിരുത്താൻ പറ്റത്തില്ല, അവരവരുടെ ഇഷ്ടമാണ്. ശരിയാണ്, അത് സമ്മതിച്ചു. നിനക്ക് അവരെ കൊണ്ട് പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തിരുത്തണമെങ്കിൽ നീ അവർക്ക് ചെലവിന് കൊടുക്കണം. കാരണം മനസ്സിലായോ, നീ അവന് ചെലവിന് കൊടുക്കണം. പക്ഷെ നിന്റെ സ്വന്തം അമ്മയാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരിക്കലും ചെയ്യില്ല. അതൊക്കെ വിട്. നീ തിരുത്തുന്നില്ല, നീ വിളിച്ച് പറയുന്നില്ല, നീ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. എന്തിനടാ ഈ പാപത്തിന്റെ പൈസ വാങ്ങണ? നിനക്ക് ഉളുപ്പ്, നാണോ മാനം എന്നുള്ള സാധനം ഉണ്ടോ നിനക്ക്? നീ ഞാൻ പലവട്ടം ഈ രണാസുനെ തന്നെ ഇട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 200 തരും, 300, എടാ പോയി ചാവട ഇതിനെയും കട്ടി. കിച്ചു, നീ പോയി ചാവ് ഇതിനെയും കട്ടി തെണ്ടി, ഈ പാപത്തിന്റെ പൈസ ഇതിനെയും കട്ടി നീ പോയി ചാവ്. അതാണ് നിനക്ക് നല്ലത്. മനസ്സിലായോ? നീ ഒരു 100 രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവൾ 100 പേരുടെ അടുത്ത് പറയും എനിക്കറിയാം. ഇതിനെങ്ങനെ നീ പോയി വല്ല കൂലിപ്പണിക്കും പോടാ. ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു. എന്താണ്, നിനക്ക് ഈ പറഞ്ഞതുപോലെ ഈ രണാസുനെ പിടിച്ചു പറഞ്ഞു മാറ്റാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള വോയിസ് നിനക്കൊണ്ട് പറ്റത്തില്ല. അവരെന്തു വായിക്കൊണ്ട് പോട്ടെന്ന് വിചാരിക്കണം. പക്ഷെ ഈ ചെയ്യുന്ന അപരാധങ്ങളുടെ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസ നീ വാങ്ങുന്നുണ്ടോ?
ആദ്യം നീ കടം വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് നീ നീ ഈ പറയുന്ന രണാസുരയെ കട്ടി അതപ്പത്തച്ചവനാണ് നീ എന്ന് എനിക്ക് പറയേണ്ടതായിട്ട്. അത്രയ്ക്ക് അതപ്പത്തച്ചവനാണ് നീ. നീ വാങ്ങുന്നുണ്ട്, അത് ഒന്നല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോ രണാസുര തന്നെ പറയുന്നുണ്ട് അവൻ ഒരു 500 രൂപ ചോദിച്ചത്, അവന് മറ്റത് പോകണം, അവിടെ പോകണം, മറ്റത് വാങ്ങണം, അവനൊരു ലാപ്ടോപ്പ്. ആ എന്തിനടാ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നത്, തൂക്കിയിട്ടുണ്ട് നടക്കണല്ലോ ആണെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം പറയേണ്ടതായിട്ട് വരുത്തിയതാണ് നീ. ഇത്രയും തണ്ടും തടിയുണ്ടല്ലോ, അവരെങ്ങനെ പോട്ട്. സ്വന്തം അമ്മയാണെങ്കിൽ ചെയ്യില്ലല്ലോ. ഇനി എവിടെ തിരുത്തണമെങ്കിൽ ആര് വരണം? ഈ പറയുന്ന സ്വന്തം മകൻ വരണം. കൊച്ചു പയ്യനാണ്, അതിനൊരു കുറച്ചൊന്ന് റെഡി ആവട്ടെ എന്നുള്ളതാണ്. പിന്നെ ഇവർക്കൊരു തന്തയും സ്വന്തം മകളെ എങ്ങനെ ഇറങ്ങണേ നിനക്കൊക്കെ ഇതൊക്കെ? ഈ പൈസയൊക്കെ ഈ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം എങ്ങനെ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, അവൾ ഈ പറയുന്ന ആൽബത്തിൽ അഭിനയിക്കുന്നതുകൊണ്ടോ അവൾ അവിടെ പോയി കിസ് ചെയ്യുന്നുണ്ടോ, ഈ പറയുന്ന കെട്ടിപ്പിടിക്കുന്നുണ്ടോ, എനിക്കൊരു വിഷയവുമില്ല. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ആൽബം, പക്ഷെ ആൽബം ഷൂട്ട് ചെയ്യുമ്പോൾ അത് ആൽബമാണെന്ന് തോന്നണം. അഭിനയ മികവ് അതിനകത്ത് കാണണം. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഷൂട്ട് ചെയ്യണമെന്ന് ആൾക്കാർ തോന്നില്ല. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ വരുന്ന അഭിനയിക്കാൻ വരുന്ന ആൺകുട്ടികളോട് കാണിക്കുന്ന ഈ ഒരു പിടുത്തമുണ്ടല്ലോ, ഇതൊക്കെ എന്താണ് എന്താണ് എന്നുള്ളതാണ്. അപ്പോ ആരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മുമ്പ് തന്നെ എനിക്കറിയാം, ഇവരെ സഹായിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. അതായത് ഈ പറയുന്ന വൈറലാകുന്നതിന് മുമ്പ് തന്നെ പലരും ഇവർ ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്നപ്പോൾ ഇവർക്ക് പലതും ഈ പറയുന്ന അടിവസ്ത്രം വരെ വാങ്ങിച്ചു കൊടുത്ത പലരെയും അറിയാം. അതൊന്നും പേര് അവരൊക്കെ വോയിസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഞാൻ അതൊക്കെ എനിക്കറിയാം. അതിനുശേഷം എങ്ങനെയാണ് ഈ പറയുന്ന രണാസുനെ ട്രീറ്റ് ചെയ്തത്, അവർക്ക് എന്ത് തിരിച്ചടിയാണ് അയാൾ കൊടുത്തത്, അതിനുശേഷമാണ് ഈ പറയുന്ന വസ്തു കിട്ടുന്നത്, വീട് കിട്ടുന്നത്. അവിടെയൊക്കെ ഈ സെയിം ആദ്യം ഇവരെ സഹായിച്ച 50 രൂപ ആയിക്കോട്ടെ, 100 രൂപ ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ താങ്കളുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, താങ്കളുടെ അടിവസ്ത്രം ആയിക്കോട്ടെ, ഇതൊക്കെ വാങ്ങിച്ചു തന്ന പലരും ഉണ്ട്. രണാസുനയ്ക്ക് ഇത് മനസ്സിലാവും. അവരുടെ അടുത്തൊക്കെ കൊടുത്ത തിരിച്ചടി ഉണ്ടല്ലോ, അവസാനം ഇപ്പൊ അവരാരെങ്കിലും താങ്കളെ വിളിക്കുകയോ എടുക്കുകയോ ചെയ്യുന്നുണ്ടോ? താങ്കൾക്ക് തന്ന വസ്തു വന്നവരെ തെറി വിളിച്ചു, വീട് വെച്ച് തന്നവരെ പറയാൻ ഇനി ഒന്നുമില്ല, മുടി ഫ്രീ ആയിട്ട് വെച്ചവരെ പറയാൻ ഇനി ഒന്നുമില്ല. ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ തങ്ങൾക്ക് ഫേവർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം താങ്കൾ അഹങ്കാരത്തിന്റെ കൊടുമുടി നിൽക്കുകയാണ്. ഈ അഹങ്കാരം കൊണ്ട് തിരിച്ചടികൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എല്ലാത്തിനും ഒരു എൻഡുണ്ട്, ഒരു എൻഡുണ്ട്. ദൈവം സഹായിച്ച് താങ്കൾക്ക് ഇനിയും വർക്കുകൾ കിട്ടട്ടെ എന്നുള്ളതാണ്. മനസ്സിലായോ? നെഗറ്റീവ് അതായത് ഈ പറയുന്ന ദുഷ്ടനെ പന പോലെ വളർത്തുന്നില്ല, ദുഷ്ടനെ പന പോലെ വളർത്തും ദൈവം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ പന പോലെ വളരുകയാണ്. ഇതൊക്കെ പാപത്തിന്റെ പണമാണ്, പാപമാണ്, പാപത്തിന്റെ പറ്റാണ്. ഒരു പാപം ചെയ്യുമ്പോൾ പറ്റ് കിട്ടുമല്ലോ എവിടെ ചെയ്താലും, അത് ഇത്തിരി കൂടുതലായിരിക്കും. പെട്ടെന്ന് നമുക്ക് റീച്ചാവാൻ പറ്റും ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ. നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. സത്യം പറഞ്ഞാൽ കുറെയൊക്കെ പറയണമെന്നുണ്ട്. ഞാൻ നിർത്തുകയാണ് ഇവിടെ വെച്ച്. മതി. എന്തോന്നടേ ഇത്. നമുക്ക് വേണ്ടി കാണാം.